2011 ജപ്പാനിലുണ്ടായ 9.0 തീവ്രതയുള്ള ഭൂചലനം നമ്മളാരും മറന്നു കാണില്ല. ദി ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ എർത്ത്ക്വേക്ക് എന്ന് പിന്നീട് അറിയപ്പെട്ട ആ ഭൂചലനത്തിൽ 20,000 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഏകദേശം 5 ലക്ഷത്തോളം പേരെ ബാധിച്ച ഈ മഹാദുരന്തം കാരണം രാജ്യത്തിന് $360 ബില്യൺ നഷ്ടമുണ്ടായി. മാർച്ച് 11-നാണ് രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ ടൊഹോക്കുവിൽ ഈ വൻ ദുരന്തമുണ്ടായത്. 2011 മാത്രമല്ല, ഭൂചലനങ്ങൾക്കും സുനാമികൾക്കും പേരുകേട്ട രാജ്യം കൂടിയാണ് ജപ്പാൻ. റിംഗ് ഓഫ് ഫയർ എന്ന ഡേഞ്ചർ സോണിലാണ് ജപ്പാൻ ഉൾപ്പെട്ട ടെക്ടോണിക് ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ രാജ്യത്ത് നിരന്തരമായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ കാര്യമാണ്. ഓരോ 5 മിനിറ്റിലും അവിടെ ചെറിയ പ്രകമ്പനങ്ങൾ ഉണ്ടാകാറുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ 2011 ഓർമ്മിപ്പിക്കും വിധം ജപ്പാനെ പിടിച്ചുകുലുക്കി മറ്റൊരു ഭൂചലനം കൂടി രാജ്യത്തുണ്ടായി. വടക്ക് കിഴക്കൻ ജപ്പാൻ തീരത്ത് നിന്നും 80 കിലോമീറ്റർ അകലെ സമുദ്രത്തിനുള്ളിലാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. തദ്ദേശ സമയം രാത്രി 11:15 ഇത്. ഭൗമനിരപ്പിൽ നിന്ന് 50 കിലോമീറ്റർ താഴ്ചയാണ് പ്രഭവകേന്ദ്രം. ഇത് കാരണം രാജ്യത്തിൻ്റെ പല മേഖലകളിലും സുനാമി മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 90,000 പേരെയാണ് ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചത്. ഹൊക്കൈഡോ, അമോരി, ഇവാറ്റെ പ്രവിശ്യകളിലാണ് സുനാമി മുന്നറിയിപ്പുള്ളത്. ഇവിടങ്ങളിൽ 3 മുതൽ 10 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ വീശിയടിച്ചേക്കുമെന്നാണ് വിവരം. നിലവിൽ മരണങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 35 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് പ്രാഥമിക വിവരം. 今回の地震による被災地域か否かにかかわらず防災対応を取るべき地域の皆様は今後1週間程度気象庁や自治体の情報に留意するとともに安全な避難場所、避難経路の確認、家具の固定など日頃からの地震の備えの再確認に加え、揺れを感じたらすぐに避難できる体制を維持していただいた上で社会経済活動を継続していただくようお願いをいたします。以上でございます。ചില കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സമുദ്രത്തിനുള്ളിലായാണ് ഭൂചലനം ഉണ്ടായതെങ്കിലും കരയിലും ഇതിൻ്റെ സ്വാധീനമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഭൂചലനം കാരണം ജപ്പാനിലെ പല ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചു. 2011 സമാനമായി രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് ഈ ഭൂചലനവും ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ നിലവിലെ ഭൂചലനം അത്ര വലിയൊരു ദുരന്തത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടാൻ സാധ്യതയില്ലെന്നതാണ് നിഗമനം. ജപ്പാനിലെ പല മേഖലകളിലും ഉണ്ടായിരുന്ന സുനാമി മുന്നറിയിപ്പുകളും ഇതിനോടകം തന്നെ പിൻവലിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രിയിലെ ഭൂചലനത്തെ തുടർന്ന് 3 തുടർചലനങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. 5.5, 5.0, 4.8 തീവ്രതകളാണ് ഇതുവരെ ഉണ്ടായത്. ഇത് കാരണം ചെറിയൊരു ഭീതിയും സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ തുടർചലനങ്ങളുടെ ഫലമായി വലിയൊരു മെഗാ ക്വേക്ക് ജപ്പാനിലുണ്ടായാൽ അത് വലിയൊരു ദുരന്തമാകും രാജ്യത്തെ കാത്തിരിക്കുക. അത് 2011 ഉണ്ടായതിൻ്റെ പല മടങ്ങ് തീവ്രത കൂടിയതാകും. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം തന്നെയാണ്.